നമസ്കാരം. ഹിരൺദാസ് മുരളി എന്ന് പറഞ്ഞാൽ ആരും അറിയില്ല. വേടൻ എന്ന് പറഞ്ഞാൽ അറിയാത്തവരായി ആരും ഉണ്ടാകില്ല. പ്രത്യേകിച്ച് യുവതലമുറയുടെ ആവേശമാണ് വേടന്റെ പാട്ടും പറച്ചിലും. റാപ്പർ വേടന്റെ തീവ്രമായ വരികളും ചടുലമായ പ്രകടനവും കണ്ടാസ്വദിക്കാൻ ഓരോയിടത്തും ഒഴുകിയെത്തുന്നത് പതിനായിരങ്ങളാണ്. കലഹിക്കുന്ന, ചോദ്യം ചെയ്യുന്ന യുവത്വത്തിന് പ്രചോദനമാണ് വേടൻ. ഞാൻ പാണനല്ല, പുലയനല്ല, നീ തമ്പുരാനല്ല എന്ന് പാടുമ്പോൾ അക്ഷരാർത്ഥത്തിൽ വോയിസ് ഓഫ് ദ വോയിസ്ലെസ് ആയി മാറി വേടൻ. ലഹരിക്കെതിരെ ഈ അടുത്ത നാൾ വേടൻ ഒരു പരിപാടിയിൽ പറഞ്ഞതാണ് തുടക്കത്തിൽ പ്രേക്ഷകർ കണ്ടത്. വലിയ കരഘോഷത്തോടെ കാണികൾ ആ വാക്കുകളെ സ്വീകരിച്ചു. ഇന്ന് അല്പം മുൻപ് നമ്മൾ കേട്ട വാർത്ത ഇതേ വേടൻ കഞ്ചാവുമായി പോലീസ് പിടിയിലായി എന്നതാണ്. ലഹരി ഉപയോഗിക്കാറുണ്ട് എന്ന് വേടൻ സമ്മതിച്ചു. എക്സൈസിന്റെ നിരീക്ഷണ വലയത്തിൽ ഏതാനും ന്യൂജൻ സിംഗേഴ്സ് ഉണ്ട് എന്ന വാർത്ത 24 പുറത്തുവിട്ടിട്ട് ഏറെ നാളായിട്ടില്ല. നടന്മാർക്കും സംവിധായകർക്കും പിന്നാലെ ഗായകർക്ക് മേലും പിടിമുറുക്കിയിരിക്കുകയാണോ ലഹരി മാഫിയ? ലഹരിയോ സംഗീതം? ന്യൂസ് ഈവനിംഗ് ആരംഭിക്കുന്നു. എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ആദ്യം ഈ വാർത്തയുടെ വിശദാംശത്തിലേക്കാണ് പോകുന്നത്. കഞ്ചാവ് കേസിലാണ് റാപ്പർ വേടൻ ഉൾപ്പെടെ 9 പേരുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയത്. വേടന്റെ കൊച്ചി കണിയാമ്പുഴയിലെ ഫ്ളാറ്റിൽ നിന്ന് 6 ഗ്രാം കഞ്ചാവും 9 ലക്ഷം രൂപയും പോലീസ് കണ്ടെത്തി. വേടന്റെ കയ്യിൽ നിന്ന് പിടിച്ചെടുത്ത കഞ്ചാവിന്റെ ദൃശ്യങ്ങൾ 24-ന് ലഭിച്ചു. വേടൻ എന്ന് വിളിക്കുന്ന ഹിരൺ. അപ്പോൾ ആളും ആളുടെ സഹപ്രവർത്തകരും ഇവിടെ ഷോയ്ക്കും മറ്റും വേണ്ടിയിട്ട് പ്രാക്ടീസ് ചെയ്യാനൊക്കെ കൊടുക്കുന്ന സ്ഥലമാണ്. അയാൾ ഇവിടെ ഇരുന്ന് ഡ്രഗ്സ് ഉപയോഗിച്ചായിട്ട്, അതായത് ഗഞ്ചാവ് ഉപയോഗിച്ചായിട്ട് സമ്മതിച്ചിട്ടുണ്ട്. ഒരു 6 ഗ്രാം കഞ്ചാവ് പിടിച്ചെടുത്തിട്ടുണ്ട്. കൂടെ അവരുടെ മൊബൈൽ ഫോണും ഒരു 9 ലക്ഷത്തോളം രൂപയും എടുത്തിട്ടുണ്ട്. അതവരുടെ പ്രോഗ്രാം കിട്ടി എന്നാണ് പറയുന്നത്. കഞ്ചാവ് ഉപയോഗിച്ചത് പരിപാടിക്കായി തയ്യാറെടുപ്പ് നടത്തുന്നതിന്റെ ഭാഗമായി എന്നാണ് വേടൻ മൊഴി നൽകിയത്. സ്ഥിരമായി കഞ്ചാവ് ഉപയോഗിക്കാറില്ല എന്നും ചോദ്യം ചെയ്യലിൽ വേടൻ അന്വേഷണ സംഘത്തോട് പറഞ്ഞു. മാല ആനക്കൊമ്പ് കെട്ടിയതാണെന്ന സംശയത്തിൽ വേടനെ വനംവകുപ്പും പരിശോധിച്ചു. അറസ്റ്റിന് പിന്നാലെ ഇടുക്കിയിലെ സംസ്ഥാന സർക്കാരിന്റെ വാർഷികാഘോഷ പരിപാടിയിൽ നിന്ന് വേടന്റെ റാപ്പ് ഷോ ഒഴിവാക്കിയിട്ടുണ്ട്. ഞങ്ങളുടെ പ്രതിനിധികൾ ഏറ്റവും പുതിയ വിശദാംശങ്ങളുമായി ചേരുകയാണ്. വിഷ്ണു സുരേഷും എസ് ശ്യാംകുമാറും. ആദ്യം വിഷ്ണു സുരേഷിലേക്കാണ്. വിഷ്ണു, ഇതിപ്പോൾ പോലീസിന്റെ നിരീക്ഷണ വലയത്തിലായിരുന്നു വേടൻ എന്നാണ് മനസ്സിലാക്കേണ്ടത്. ഇത് വളരെ കൃത്യമായ അല്ലെങ്കിൽ ചടുലമായൊരു നീക്കമെന്ന് തന്നെ പറയണ്ടേ? കഴിഞ്ഞ ദിവസം ഒരു പരിപാടി ഉണ്ടായിരുന്നു. അതിനുശേഷം അടുത്ത പരിപാടിയുടെ കൂടിയാലോചന ആയിരിക്കാം. കൂടിയാലോചന എന്നതാണ് വേടൻ പറഞ്ഞിട്ടുള്ളത്. കഞ്ചാവ് പിടികൂടിയിരിക്കുന്നു, പണം പിടികൂടിയിട്ടുണ്ട്. ഇത് കഞ്ചാവ് ഉപയോഗിക്കാനുള്ള മറ്റ് സാധനങ്ങളെല്ലാം അവിടെ ഉണ്ടായിരുന്നു. എങ്ങനെയായിരുന്നു പോലീസിന്റെ നീക്കം? അനുജ, ഏറെ നാളായി വേടൻ പോലീസിന്റെ നിരീക്ഷണത്തിലായിരുന്നു. പ്രത്യേകിച്ച് ഈ ഫ്ളാറ്റ് കേന്ദ്രീകരിച്ച് കൂടുതൽ ആളുകൾ ഇങ്ങോട്ടേക്ക് എത്താറുണ്ടായിരുന്നു എന്നൊരു വിവരം ഡാൻസ് ഓഫിന്റെയും പോലീസിന്റെയും ഒക്കെ പക്കലുണ്ടായിരുന്നു. അങ്ങനെയാണ് ഇന്ന് രാവിലെ ഉച്ചയ്ക്ക് ഏകദേശം 1:20 ഒരു 3-അംഗ സംഘം പോലീസിന്റെ എത്തി ഇവിടെ പരിശോധന നടത്തുന്നത്. അങ്ങനെ വേടൻ ഇവിടെ ഉണ്ട് എന്ന് ഉറപ്പിച്ച ശേഷമാണ് ഹിൽ പാലസ് പോലീസിൽ നിന്നുള്ള പ്രത്യേക അവിടെ CIയുടെ നേതൃത്വത്തിലുള്ള സംഘം ഈ ഫ്ളാറ്റിലേക്ക് എത്തി പരിശോധന നടത്തുകയും അവിടെ നിന്ന് 6 ഗ്രാം കഞ്ചാവും അതോടൊപ്പം തന്നെ പണവും ഈ കഞ്ചാവ് ഉപയോഗിക്കാനുള്ള പേപ്പർ അടക്കം കണ്ടെത്തുകയും ചെയ്തത്. ഈ പണം പ്രോഗ്രാമിൽ നിന്ന് ലഭിച്ചതാണെന്ന് വേടൻ മൊഴി നൽകിയിട്ടുണ്ടാവും. 9 ലക്ഷത്തോളം രൂപ വരുന്നുണ്ട്. അത് പരിശോധിച്ച ശേഷം പണം തിരികെ നൽകും. വേടന് അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും ജാമ്യം ലഭിക്കാവുന്ന വകുപ്പാണ്. 5 ഗ്രാം കഞ്ചാവ് മാത്രമാണ് ഉള്ളത്. ഇതിന് പിന്നാലെയാണ് വനം വകുപ്പിന്റെ ഒരു പരിശോധന വേടനുമായി ബന്ധപ്പെട്ട് നടന്നത്. വേടന്റെ മാല ആനക്കൊമ്പ് കെട്ടിയതാണ് എന്ന സംശയത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു അത്തരത്തിലൊരു പരിശോധന. എന്നാൽ അത് പിന്നീട് അങ്ങനെയല്ല എന്നറിയുകയും ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റുകാർ ഇവിടെ നിന്ന് പോവുകയും ചെയ്തു. നേരത്തെ അനുജ സൂചിപ്പിച്ചതുപോലെ ഒരു ചെറുപ്പക്കാരൻ സമീപകാലത്ത് ഒരു ഗായകന് ഇത്രയേറെ സ്വീകാര്യത യുവാക്കൾക്കിടയിൽ ഉണ്ടാക്കിയെടുക്കാനായിട്ടുണ്ടോ എന്നുള്ളത് സംശയമാണ്. ആ മനുഷ്യൻ എവിടെ പരിപാടി അവതരിപ്പിക്കാൻ ചെന്നാലും അവിടെയെല്ലാം വലിയ ജനസാഗരമുണ്ട്. പാട്ട് മാത്രമല്ല, പല കാര്യങ്ങളും രാഷ്ട്രീയമായി അല്ലെങ്കിൽ ഇന്ന് സംഭവിക്കുന്ന രാഷ്ട്രീയമായുള്ള കാര്യങ്ങളൊക്കെ അയാളെ കേൾക്കാൻ വരുന്ന യുവാക്കളോട് പറഞ്ഞു കൊടുക്കുന്ന ഒരു വേടനെ നമ്മൾ കണ്ടതാണ്. ഏറ്റവും ഒടുവിൽ നടത്തിയ പരിപാടിയിലാണ് വേടൻ ഈ സിന്തറ്റിക് ഡ്രഗുകളൊക്കെ ആരോഗ്യത്തിന് ഹാനികരമാണ്, അത് ചെകുത്താനാണ് എന്നൊരു പ്രസ്താവനയൊക്കെ നടത്തിയത്. അതിന് പിന്നാലെയാണ് പോലീസ് ഈ പരിശോധന നടത്തുകയും വേടന്റെ ഫ്ളാറ്റിൽ നിന്ന് 6 ഗ്രാം കഞ്ചാവും അതോടൊപ്പം തന്നെ അയാളുടെ സുഹൃത്തുക്കളടക്കം 9 പേരെ കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തത്. ഇന്ന് രാവിലെ കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർ പുട്ടകുമലാദിത്യ വ്യക്തമാക്കിയത് സിനിമാ മേഖലയുമായി ബന്ധപ്പെട്ട് പ്രത്യേക പരിശോധനകൾ നടത്താൻ പോലീസ് തീരുമാനിച്ചിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ടുള്ള ആക്ഷൻ പ്ലാനൊക്കെ കൃത്യമായി തയ്യാറാക്കി വരികയാണ്. ഒരു സംയുക്ത പരിശോധനയാണ് ഞങ്ങൾ ആലോചിക്കുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു. അതിന് തൊട്ടു പിന്നാലെയാണ് വേടന്റെ ഫ്ളാറ്റിൽ പരിശോധന നടന്നതെന്നുള്ളതും ഏറ്റവും ശ്രദ്ധേയമായ
കാര്യമാണ്. അതായത് സിനിമാ മേഖലകളിൽ പോലീസ് കൂടുതൽ പരിശോധനകൾ കടുപ്പിക്കാനുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നു. ആരെല്ലാം ലഹരി ഉപയോഗിക്കുന്നുണ്ട് എന്നതിൻ്റെ കൃത്യമായ വിവരം പോലീസിൻ്റെ പക്കലുണ്ട്. അവരെ തേടി അന്വേഷണ സംഘം എത്രയും പെട്ടെന്ന് എത്തും എന്നുള്ളതിൻ്റെ ആദ്യ സൂചനയാണ് ഈ വേടൻ്റെ ഫ്ളാറ്റിൽ നടത്തിയ പരിശോധന, അതുമായി ബന്ധപ്പെട്ടുണ്ടായ അറസ്റ്റും ഒക്കെ. ഇനി ഈ വേടന് ആരാണ് കഞ്ചാവ് നൽകിയത് അതുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങളൊക്കെ പോലീസിന് ലഭ്യമായിട്ടുണ്ട്. ആ വിവരങ്ങളൊന്നും ഇതുവരെ പുറത്തുവിട്ടിട്ടില്ലെങ്കിൽ പോലും ആളെ തിരിച്ചറിയാനായിട്ടുണ്ട്. അയാളിലേക്ക് ഉടൻ എത്തും. ആ കണ്ണിയിലൂടെ അടുത്ത ആളിലേക്ക് എത്താനാകും എന്നാണ് പോലീസ് പ്രതീക്ഷ വെക്കുന്നത്. ഇപ്പോൾ കഴിഞ്ഞ കാലങ്ങളിൽ ഈ സിനിമാ മേഖലയുമായി ബന്ധപ്പെട്ട് പിടിക്കപ്പെട്ട കഞ്ചാവൊക്കെ വളരെ ജാമ്യം ലഭിക്കാവുന്ന വകുപ്പുകളാണെങ്കിൽ പോലും അതിൽ ഗുരുതര സ്വഭാവമുള്ളത് അടുത്ത കണ്ണികളിലേക്ക് പോകാൻ, സിനിമാ മേഖലകളിലേക്ക് ഈ ലഹരി വിതരണം ചെയ്യുന്ന ആളുകളിലേക്ക് പോകാൻ പോലീസിനെയും എക്സൈസിനെയൊക്കെ സഹായിക്കുന്ന ലീഡുകൾ ഇവരിൽ നിന്ന് ലഭിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ട് ഗൗരവമായി തന്നെ ഈ കേസ് അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകാനാണ് പോലീസ് തീരുമാനിച്ചിരിക്കുന്നത്. ഇപ്പോഴും ഇതിൻ്റെ നടപടിക്രമങ്ങൾ പുരോഗമിക്കുകയാണ്. അല്പസമയത്തിനകം തന്നെ വേടനെയും സുഹൃത്തുക്കളെയും ഈ ഫ്ളാറ്റിൽ നിന്ന് പുറത്തേക്ക് ഇറക്കി മെഡിക്കൽ പരിശോധന അടക്കം നടത്തിയ ശേഷമായിരിക്കും വിട്ടയക്കുക. ജാമ്യം ലഭിക്കുമെന്നുള്ള കാര്യത്തിൽ തർക്കമൊന്നുമില്ല. 5 ഗ്രാം മാത്രമാണ് കയ്യിലുണ്ടായിരുന്നത്. അപ്പോഴും ഈ അറസ്റ്റ് ഇതുണ്ടാക്കുന്നൊരു സോഷ്യൽ കോണ്ടക്സ്റ്റിൽ ഇതുണ്ടാക്കുന്നൊരു വലിയ ചലനം, അത് ചർച്ച ചെയ്യപ്പെടേണ്ട ഒന്നുകൂടിയാണ്. പ്രത്യേകിച്ച് വേടനെ പോലെ ഒരാൾ ഈ ലഹരിയുമായി അറസ്റ്റിലാകുമ്പോൾ അത് അയാളെ ഫോളോ ചെയ്യുന്ന യുവാക്കൾക്ക് നൽകുന്ന സന്ദേശം എന്ത് എന്നുള്ളതൊരു ചോദ്യമായി അവിടെ നിലനിൽക്കുന്നുണ്ട്. അനുജ, അതെ വിഷ്ണു, ഇതിലിപ്പോൾ ഈ 5 ഗ്രാം കഞ്ചാവ് പിടികൂടിയെന്ന് പറയുമ്പോൾ പോലീസ് എത്തുമ്പോൾ തന്നെ ഇവർ അതിനു മുൻപ് കഞ്ചാവ് ഉപയോഗിച്ചിരുന്നു എന്നതാണോ? അതിനിപ്പോൾ വൈദ്യപരിശോധനയിലൂടെ തെളിയണം എന്നതുണ്ടോ? അല്ലെങ്കിൽ പോലീസ് എന്തെങ്കിലും അതിൽ അറിയിച്ചിട്ടുണ്ടോ ഔദ്യോഗികമായി? അനുജ, ഇവരുടെ മൊഴിയെടുത്ത ഘട്ടത്തിൽ ഇവർ കഞ്ചാവ് ഉപയോഗിച്ചിട്ടുണ്ട്. വേടൻ തന്നെ നേരിട്ട് അത്തരത്തിലുള്ള മൊഴി പോലീസിന് നൽകിയെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. സ്ഥിരമായി ഉപയോഗിക്കാറില്ല എന്ന് പറഞ്ഞിരുന്നു. പരിപാടിയുടെ ഭാഗമായി ഇത്തരത്തിൽ കഞ്ചാവ് ഉപയോഗിക്കാറുണ്ട് എന്ന മൊഴിയാണ് നൽകിയത്. മെഡിക്കൽ പരിശോധന സ്വാഭാവിക നടപടി, അറസ്റ്റുമായി ബന്ധപ്പെട്ടുള്ള സ്വാഭാവിക നടപടിയുടെ ഭാഗമായി പരിശോധന നടത്തുന്നു എന്നുള്ളതാണ്. ഇനി കേസ് കോടതിയിലേക്ക് അടക്കം വരുമ്പോൾ ആ മെഡിക്കൽ പരിശോധനയൊക്കെ ഗുണകരമാകും. ഒരുപക്ഷെ ഇന്നാണ് കഞ്ചാവ് ഉപയോഗിച്ചെങ്കിൽ സ്വാഭാവികമായി അതിൻ്റെ അളവൊക്കെ കണ്ടെത്താൻ ഇപ്പോൾ തന്നെ സാധിക്കും. ആൻറ്റി ടോപ്പിംഗ് ടെസ്റ്റിലേക്കൊന്നും പോകേണ്ട കാര്യമില്ല. അതിനു മുമ്പ് തന്നെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ സാധിക്കും. അത്തരത്തിലൊരു വൈദ്യപരിശോധന മാത്രമാണ് ഇന്ന് നടക്കുക. ഇതിലേറ്റവും നിർണായകമായുള്ളത് വേടൻ്റെ കുറ്റസമ്മതം തന്നെയാണ്. താൻ ഇത്തരത്തിൽ ലഹരി ഉപയോഗിച്ചിട്ടുണ്ട് എന്നൊരു മൊഴി അയാൾ പോലീസിന് മുൻപാകെ നൽകിയിട്ടുണ്ട്. ആ മൊഴി തന്നെയാണ് പ്രധാനപ്പെട്ട തെളിവായി പോലീസ് കണക്കാക്കുന്നത്. ഒപ്പം അവിടെ നിന്ന് ഈ വസ്തുക്കളടക്കം പിടികൂടുകയും ചെയ്തിട്ടുണ്ട്. കഞ്ചാവ് മാത്രമല്ല, കഞ്ചാവ് ഉപയോഗിക്കാൻ അല്ലെങ്കിൽ അതിനുവേണ്ടിയുള്ള പേപ്പറും ആ സാധനങ്ങളും ഒക്കെ അവിടെ നിന്ന് പിടികൂടിയിട്ടുണ്ട്. അതുകൊണ്ട് അത് പോലീസിനെ സംബന്ധിച്ചിടത്തോളം ഈ കേസുമായി മുന്നോട്ട് പോകാൻ വളരെ എളുപ്പമാണ്. തെളിവുകളൊക്കെ ലഭിച്ചിട്ടുണ്ട്. അടുത്ത ഘട്ടത്തിലേക്ക് അന്വേഷണം പോകുമ്പോഴാണ് പോലീസ് വെല്ലുവിളി നേരിടുക. ഈ വേടൻ പറഞ്ഞ പേരിൽ കേന്ദ്രീകരിച്ച് അന്വേഷണം നടത്തും. ആ സപ്ലൈയിൽ നിന്ന്, ആ കണ്ണിയിൽ നിന്ന് എത്രത്തോളം ദൂരം സഞ്ചരിക്കാനാകുമെന്നുള്ളതാണ് ഈ സമീപകാലങ്ങളിലൊക്കെ പിടിച്ചിട്ടുള്ള സിനിമാ മേഖലയുമായി ബന്ധപ്പെട്ട് നടത്തിയിട്ടുള്ള അറസ്റ്റുകളിലൊക്കെ പോലീസ് വെല്ലുവിളി നേരിടുന്നത് ആ ഘട്ടത്തിലാണ്. അത് മറികടക്കാനായാൽ മാത്രമേ ഈ അറസ്റ്റ് കൊണ്ട് എന്തെങ്കിലും ഗുണമുണ്ടാകൂ എന്നാണ് നമ്മൾ ഈ ഘട്ടത്തിൽ വിലയിരുത്തുന്നത്. അനുജ.